സാറേ, നമുക്ക് ഇവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? ഞാൻ വളർത്തിക്കോളാം. സാർ അവരോട് പറയൂ. ഇനി അവനെ അന്വേഷിച്ച് ആരും വന്നില്ലെങ്കിൽ ഒരു അനാഥനായിട്ടല്ല, എന്റെ മകനായിട്ട് ഞാൻ വളർത്തിക്കോളാം. अगर इस बच्चे को कोई ढूंढ के नहीं आएगा तो ये इस बच्चे को गोद लेगा सर. ये है इनका एड्रेस. अच्छी बात है. ओके, आ जाते हैं दिमाग खाने एक एक. कुछ काम धंधा नहीं. വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ആ കുഞ്ഞിനെ വിട്ട് മടങ്ങിയ ദിവസം മാധവന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസമായിരുന്നു. തനിക്ക് പിറക്കാതെ പോയ മകനെ അനാഥത്വത്തിന്റെ ദുരിതങ്ങളിലേക്ക് തനിച്ചാക്കി മടങ്ങാൻ നിർബന്ധിതനായ അന്നത്തെ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് മാധവൻ വേദനിച്ചു. വീട്ടിലെത്തിയെങ്കിലും മനസ്സ് അവിടെ തന്നെയായിരുന്നു. മാധവനും കുടുംബവും ആ കുഞ്ഞിന്റെ ഓർമ്മയിൽ പിന്നീട് ജീവിച്ചു. അങ്ങനെ വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഗ്രാമത്തിലെ ആളുകൾക്ക് സിനിമാ പ്രദർശനം നടത്തി ജീവിച്ചിരുന്ന മാധവൻ ഒടുവിൽ തന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി. സ്വന്തമായൊരു സിനിമാ തിയേറ്റർ. ആ തിയേറ്റർ ആ നാട്ടിലെ ജനങ്ങളുടെ പ്രധാന വിനോദ കേന്ദ്രമായി മാറി. തിയേറ്ററിലെ പ്രൊജക്ഷൻ റൂമിൽ ഇരിക്കുമ്പോഴൊക്കെ മാധവന്റെ മനസ്സ് ഗുജറാത്തിൽ ഉപേക്ഷിച്ചു പോരേണ്ടി വന്ന മകനെ കുറിച്ചോർത്ത് വിങ്ങുകയായിരുന്നു. മാധവന്റെ മകളായ അമ്പിളി പഠനത്തിൽ മികവ് തെളിയിച്ച് ഡോക്ടറായി മാറി. ലക്ഷ്മിക്ക് സ്വന്തമായി തന്നെ ഒരു ചെറിയ ബേക്കറി ഉണ്ട്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനിടെ തന്നെ സഹപാഠിയായ അഭിനവുമായി അവൾ പ്രണയത്തിലായി. പിന്നീട് ഇരുവരും ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാരായി ജോലി ചെയ്യുകയും വിവാഹിതരാവുകയും ചെയ്തു. അങ്ങനെ കാലം മുന്നോട്ട് നീങ്ങി. ഗുജറാത്തിലെ ക്യാമ്പിൽ നിന്ന് പിന്നീട് സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറിയ പവൻ അഥവാ മാധവന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചുണ്ടാപ്രി വളർന്നു. ഗുജറാത്തിലെ ക്യാമ്പിൽ വെച്ച് മാധവനിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം അവിടുത്തെ ഒരു നല്ല ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് അവൻ പഠിച്ചതും വളർന്നതും. തന്റെ യഥാർത്ഥ കുടുംബത്തെക്കുറിച്ച് ഒരു വിവരവും അവന് ലഭിച്ചില്ലായിരുന്നു. എന്നാൽ കേരളത്തിലെ ആ ചെറിയ ഗ്രാമത്തിൽ തനിക്ക് അച്ഛനായി മാറിയ മാധവനെയും ആ കുടുംബത്തെയും അവൻ ഒരിക്കലും മറന്നില്ല. മാധവൻ പഠിപ്പിച്ച മലയാളത്തിലെ ചില വാക്കുകളും സിനിമ കാണിച്ചിരുന്ന രാത്രികളും അമ്മയുടെ വാത്സല്യവും ചേച്ചിയുടെ സ്നേഹവും അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അങ്ങനെ അവൻ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവിടെ വെച്ച് പരിചയപ്പെട്ട നല്ല മനസ്സിനുടമയായ ഒരു മലയാളി യുവാവ് അവന്റെ പ്രിയപ്പെട്ട അച്ഛൻ മാധവന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളെ കുറിച്ചറിയാൻ അവനെ സഹായിച്ചു. പഴയ പത്രവാർത്തകളും ടെലിവിഷൻ റിപ്പോർട്ടുകളും പരിശോധിച്ചപ്പോൾ ഒരിക്കൽ കേരളത്തിൽ വലിയ വാർത്തയായിരുന്ന അന്നത്തെ ആ സംഭവങ്ങളെ കുറിച്ചും ആ ഗ്രാമത്തിലെ തന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ചും അവൻ വീണ്ടും ഓർത്തെടുത്തു. ഇതിനിടയിൽ തന്നെ പവൻ സിവിൽ സർവീസ് പഠനവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം അവൻ UPSC പരീക്ഷ എഴുതി ഉന്നത വിജയം തന്നെ നേടി. സബ് കളക്ടറായുള്ള തന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവൻ മനസ്സിലാഗ്രഹിച്ചതുപോലെ തന്നെ കേരളമായിരുന്നു. കുറച്ചു നാളുകൾ സന്തോഷത്തോടെ ജീവിച്ച ആ മണ്ണിലേക്ക് സ്വന്തമായൊരു ഐഡന്റിറ്റി നേടിയെടുത്ത് തിരികെ പോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. തന്നെ സ്നേഹിച്ച സ്വന്തം മകനെ പോലെ ചേർത്ത് നിർത്തിയ മാധവനെയും കുടുംബത്തെയുമാണ് അവൻ കേരളത്തിലെത്തിയപ്പോൾ ആദ്യമായി കാണാൻ ആഗ്രഹിച്ചത്. ഒരു വൈകുന്നേരം മാധവന്റെ തിയേറ്ററിന് മുന്നിൽ ഒരു ഔദ്യോഗിക വാഹനം വന്നു നിൽക്കുന്നു. ആ വാഹനത്തിൽ നിന്നും പ്രസന്നതയുള്ള മുഖവുമായി ഒരു IAS ഓഫീസർ ഇറങ്ങുന്നത് എല്ലാവരും നോക്കി നിന്നു. മാധവൻ ബഹുമാനത്തോടെ പ്രൊജക്ഷൻ റൂമിൽ നിന്നും ഇറങ്ങി വന്നു. തന്റെ മുന്നിൽ വന്നു നിന്ന മാധവനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ യുവാവ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ കണ്ണു നിറച്ചു പറഞ്ഞു, "അച്ഛാ, എന്നെ ഓർമ്മയുണ്ടോ?" ആ ശബ്ദം കേട്ട നിമിഷം മാധവന്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ കുഞ്ഞിന്റെ അതേ കണ്ണുകൾ തന്നെയായിരുന്നു അവന്. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും സാക്ഷി നിർത്തി ആ സബ് കളക്ടർ മാധവന്റെ കാല് തൊട്ട് വണങ്ങി. മാധവൻ പരിഭ്രമത്തോടെ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ മാധവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ പറഞ്ഞു, "അച്ഛാ, ഞാൻ വന്നു, നിങ്ങളുടെ സ്വന്തം കൊച്ചുണ്ടാപ്രി." മോനെ എന്നൊരു വിളിയോടെ മാധവൻ അവനെ ചേർത്ത് പിടിച്ച് അവനെ അത്ഭുതത്തോടെ നോക്കി. വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ടുപോയ തന്റെ മകൻ ഒരു IAS ഓഫീസറായി മുന്നിൽ നിൽക്കുന്നു. അവനിപ്പോൾ ഭാഷ പഠിച്ചിരിക്കുന്നു. മാധവന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണീർ ഒഴുകി. അവർ നേരെ അവിടെ നിന്നും പോയത് വീട്ടിലേക്കാണ്. മാധവന്റെ ഭാര്യയും മകൾ അമ്പിളിയും അങ്ങോട്ടേക്ക് ഓടിയെത്തി.
എല്ലാവരും വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലായി. വീട്ടിൽ കരച്ചിലും സന്തോഷവും ഒന്നായി മാറി. ലക്ഷ്മി അവനെ സ്വന്തം മകനെ പോലെ നെഞ്ചോട് ചേർത്തു. സഹോദരനെ തിരികെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്പിളി. അന്ന് രാത്രി അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. വർഷങ്ങളായി നഷ്ടപ്പെട്ട കുടുംബാംഗം തിരികെ വന്ന സന്തോഷം എല്ലാവരിലുമുണ്ട്. ഒരു വൈകുന്നേരം മുറ്റത്തിരിക്കുമ്പോൾ പവൻ മാധവനോട് പറഞ്ഞു, നിയമം എന്നെ മകനാക്കാൻ അനുവദിച്ചില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ അച്ഛൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങളാണ്. ഇനി ഞാൻ എന്റെ അച്ഛന്റെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടാവും. ഒരു ദിവസം ഒരു പൊതുപരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പവൻ മാധവനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, എനിക്ക് ജന്മം നൽകിയവരെ തിരികെ എനിക്ക് ലഭിച്ചില്ല. ആരുമില്ലാതിരുന്ന എന്നെ ചേർത്ത് നിർത്തിയതും സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നതും ഈ മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. അത് കേട്ട് മാധവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് കൈയടിച്ചു. മാധവൻ തന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിനായി എഴുതിയ ഏറ്റവും മനോഹരമായ കഥ വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന് അച്ഛ എന്ന് വിളിച്ച ആ മകന്റെ കഥയായിരുന്നു. അങ്ങനെ രക്തബന്ധമല്ല, സ്നേഹമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിക്കുന്നത് എന്ന് തെളിയിച്ച് മാധവനും കുടുംബവും സന്തോഷത്തോടെ ജീവിതം തുടർന്നു.